ഒതൻറ്റിക് ടേസ്റ്റിൽ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അറബിക് റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഈ അറബിക് റൈസസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ മന്തി ആയാലും മധൂത്തായാലും അല്ലെങ്കിൽ ചിക്കൻ ഹനീത്തായാലും എന്താണെങ്കിലും തന്നെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ കട്ട പിടിച്ച് കുഴഞ്ഞൊന്നും പോവാതെ പെർഫെക്റ്റ് ആയിട്ട് ഒന്നിനൊന്നും വിട്ട് കിടക്കുന്ന രീതിയിൽ നല്ല ഒരു ഒതൻറ്റിക് ഫ്ലേവറിൽ തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സ്പൈസസ് ഇട്ട് കൊടുത്തിട്ട് 2 സവാള ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിക്കെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് 3 വലിയ സ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മസാല ചേർത്ത് കൊടുക്കുമ്പോൾ വേറെ മല്ലിപ്പൊടിയോ ഗരം മസാലയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അറബിക് മസാലയിൽ തന്നെ ഇതെല്ലാം ഉള്ളതാണ്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്യുന്നുണ്ട്. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ചിക്കനിൽ നിന്ന് തന്നെ ഉള്ള വെള്ളമൊക്കെ ഇറങ്ങി ഒരു 20 മിനിറ്റ് കൊണ്ട് അത് അത്യാവശ്യം വെന്ത് കിട്ടും. പിന്നെ അതിലേക്ക് 3 വലിയ പച്ചമുളക്, നമ്മുടെ സ്പ്രിംഗ് ഒണിയൻ്റെ ഒരു വൈറ്റ് പാർട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി എടുക്കുമ്പം നല്ലൊരു ബ്രാൻഡിൻ്റെ അരി എടുക്കാൻ നോക്കുക. അതേപോലെ കറക്റ്റ് ഒരു 20 മിനിറ്റെങ്കിലും അരി ഒന്ന് സോക്ക് ചെയ്യണം. പിന്നെ അരി ചേർത്ത് കൊടുക്കുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് അരി എപ്പോഴും ഇട്ട് നമ്മളിത് മിക്സ് ചെയ്യില്ല. മിക്സ് ചെയ്യുമ്പം ഈ അരി പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഉപ്പും കൂടെയൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും ഇളക്കിയൊന്നും പൊടിക്കണ്ട, സിമ്മിലിട്ട് ഒരു 20 മിനിറ്റും കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. 20 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 10 മിനിറ്റും കൂടെ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതേപോലെ പെർഫെക്റ്റായിട്ട് ഒന്നിനൊന്ന് കട്ടയൊന്നും പിടിച്ച് പോവാതെ ഒരു കിടിലൻ അറബിക് റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.